അതായത് ഇപ്പോൾ ആഗോളതലത്തിൽ സ്വർണ്ണ വില ചെറിയ തോതിൽ, അതായത് ഇന്നത്തെ ന്യൂസ് പേപ്പറിന്റെ മുൻപിൽ തന്നെയുള്ള 3 ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നത് 680 രൂപ ഇന്നലത്തേതിനേക്കാൾ കുറഞ്ഞാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്ന സമയം വരെ. രാത്രിയിൽ റിപ്പോർട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം വരെ ഉള്ള ഇതില് 680 രൂപ കുറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ വിലയിൽ മാറ്റമുണ്ടായി എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്താണ് നമുക്ക് ഇപ്പൊ 1,16,000 മുകളിലായിരിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം അത് കേരളത്തിൽ മാത്രം, ആഗോളതലത്തിൽ സ്വർണത്തിന്റെ വില ഇപ്പോഴും ഇത്തിരി കുറഞ്ഞു തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം സ്വർണത്തിന്റെ വിലയിൽ കയറ്റം ഉണ്ടാകുന്നത്? കാരണം നമ്മൾ പൊന്നും ചിങ്ങമാസത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്താണ് ചിങ്ങമാസത്തിന്റെ, ഓണമാസത്തിന്റെ പ്രസക്തി? ചിങ്ങമാസം വിവാഹത്തിനൊക്കെ ഏറ്റവും നല്ല മാസമായിട്ട് ഒരു ഡേറ്റ് കുറിച്ചു കിട്ടാനായിട്ട് കുടുംബങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുന്ന ഒരു മാസമാണ് പൊന്നിൻ ചിങ്ങമാസം. അപ്പോൾ ഈ പൊന്നിൻ ചിങ്ങമാസത്തില് ആ പേരുകൊണ്ടല്ല സ്വർണത്തിന്റെ വില കൂടിയത്. പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയുന്നത് മാസങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ചിങ്ങമാസം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും മഹത്വവൽക്കരിക്കപ്പെട്ടത് ചിങ്ങമാസം ആയതുകൊണ്ടാണ് അതിന് പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയുന്നത്. പക്ഷേ ഈ പൊന്നിൻ ചിങ്ങമാസത്തില് ഒരു പ്രാധാന്യമുള്ളത്, പൊന്നണിഞ്ഞ് കല്യാണ മണ്ഡപത്തിലേക്ക് കടക്കാൻ പ്രായമായ ആഗ്രഹമുള്ള പെൺകുട്ടികളൊക്കെ കഴിയുമെങ്കിൽ ഈ ചിങ്ങമാസത്തിൽ കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാനുള്ള താല്പര്യം അവരല്ല കാണിക്കുന്നത്, അവരുടെ മാതാപിതാക്കൾ. കാരണം മംഗളകർമ്മം മംഗളമാസത്തിൽ തന്നെ നടത്തിവിടണമെന്നുള്ള ആഗ്രഹം. അപ്പൊ കേരളത്തിലെ ഈ വിവാഹം എന്ന് പറഞ്ഞാല് നമ്മള് സ്വർണ്ണക്കടകളുടെ അഡ്വർടൈസ്മെന്റ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഒരു കടയെയും പ്രത്യേകം പറയുന്നില്ല, എല്ലാ സ്വർണ്ണ വ്യാപാരികളുടെയും അഡ്വർടൈസ്മെന്റ്സ് നോക്കിയാൽ നമുക്കറിയാം, പാദാതികേശം സ്വർണത്തിൽ പൊതിഞ്ഞ വനിതകളാണ്, പെൺകുട്ടികളാണ് പ്രത്യക്ഷപ്പെടുന്നത് അഡ്വർടൈസ്മെന്റില്. അപ്പൊ നമുക്ക് തോന്നും ഈ വിവാഹം കഴിക്കാനായിട്ട് കൂടെ നിൽക്കുന്ന വരൻ ഇതിന്റെ കൈ പിടിച്ച് മണ്ഡപം ചുറ്റുന്ന സമയത്തൊക്കെ ഒരു സ്വർണ്ണക്കട്ടിയെ കൈ പിടിച്ച് ചുറ്റിക്കുന്നത് പോലെയാ നമുക്ക് തോന്നുക. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ശ്രദ്ധിക്കുന്നവർക്ക് തോന്നും, പെണ്ണിനെയാണോ കെട്ടുന്നത് സ്വർണമാണോ കെട്ടുന്നത് എന്ന് സംശയം തോന്നും. ആ തരത്തില് സർവ അംഗ സ്വർണ്ണ വിഭൂഷിതയായിട്ടാണ് കാണാറുള്ളത്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്? സാധാരണ എല്ലാ മനുഷ്യരിലും, അതായത് തീരെ നിവൃത്തികെട്ട പാവപ്പെട്ടവർ തൊട്ട് പണക്കാരായവർ വരെ ആഗ്രഹിക്കുന്നത് തന്റെ കൊച്ചിന് തന്റെ കഴിവിന്റെ അപ്പുറം സ്വർണം കൊടുത്ത് കല്യാണം വർണ്ണാഭമാക്കണം എന്നാണ്. പക്ഷെ അതിനൊരു മറുപുറം കൂടിയുണ്ട്. സ്വർണം കൊടുക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് സ്വർണം കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്? അതായത് എപ്പോഴും മൂല്യം സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇതുവരെ നാം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളിൽ മൂല്യം സൂക്ഷിക്കുന്ന വസ്തുവാണ് സ്വർണം. അപ്പൊ സ്വർണത്തിന്റെ പ്രസക്തി പറയുകയാണെങ്കിൽ, നമ്മൾ പണം കയ്യിൽ വെച്ചു പണത്തിന്റെ മൂല്യം കുറഞ്ഞു പോവുക, അതേ സമയത്ത് സ്വർണത്തിന്റെ മൂല്യം അധികം കുറയുകയില്ല, അത് പലപ്പോഴും വർദ്ധിക്കുകയാണ് ചെയ്യുക. മാത്രവുമല്ല, സ്വർണം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വന്നാല് അത് പെട്ടെന്ന് തന്നെ പണയം വെച്ചോ അല്ലെങ്കിൽ വിറ്റോ നമുക്ക് പണം കണ്ടെത്താനൊക്കും. പകരം നമ്മൾ ഭൂമിയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെങ്കിലോ അതുവഴിയായിട്ട് നമുക്ക് വിറ്റ് പണം ഉണ്ടാക്കി രോഗ ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ ആള് കാഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും പ്രസക്തമായ, അതായത് മൂല്യം പെട്ടെന്ന് പണമാക്കി മാറ്റാവുന്ന ഒന്നാണ് സ്വർണം. എപ്പോഴും മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് സ്വർണം. അതുകൊണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ അവർക്ക് കൊടുക്കാവുന്ന അവരുടെ വിഹിതം എന്ന രീതിയിൽ സ്വർണം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ പറയപ്പെട്ട അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കണ്ട് പാദാതികേശം സ്വർണത്തിൽ കുളിപ്പിക്കാൻ വേണ്ടി കടം മേടിച്ചും വീട് തീരെഴുതിയും അത് കുറച്ച് കഴിയുമ്പോഴത്തേനും കുടുംബത്തോടെ ആത്മഹത്യയിലേക്ക് പോകത്തക്ക പരുവത്തില് പണം കണ്ടെത്തി സ്വർണം വാങ്ങുന്നതിന് മാത്രം, അതായത് ഈ സ്നോബിഷ്നസ്,
കെട്ടുകാഴ്ച പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടി സ്വർണം വാങ്ങി കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല. അവനവന്റെ കഴിവിനനുസരിച്ച് സ്വർണം കൊടുക്കുക, അവനവന്റെ കഴിവിനനുസരിച്ചുള്ള ചെറുക്കനെ മാത്രം മകൾക്ക് വേണ്ടി കണ്ടെത്തുക. അത് കഴിവിനപ്പുറമുള്ള ആളെ കണ്ടെത്താൻ പോകുമ്പോഴാണ് പാതാതികേശം സ്വർണം കൊണ്ട് മൂടേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് പ്രാപ്തിയുള്ളത് മാത്രം ചെയ്യണം. അങ്ങനെയുള്ള ചിന്തയോടുകൂടി മലയാളി എന്ന് ജീവിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ ചിങ്ങമാസം വന്നാലും സ്വർണത്തിന്റെ വിലയിൽ ആഗോള തലത്തിൽ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം വില കൂടുക എന്ന പ്രതിഭാസം അതൊരു അസാധാരണ പ്രതിഭാസമാണ്. അപ്പൊ ഇത്തരം ഒരു പ്രതിഭാസത്തിന്റെ കാരണം മലയാളികളുടെ പൊങ്ങച്ചമാണ്. മകളെ പാതാതികേശം സ്വർണത്തിൽ മുക്കി വിവാഹവേദിയിൽ നിർത്തണമെന്ന പൊങ്ങച്ചം, ആ പൊങ്ങച്ചം വിട്ടുകളയണം. നമുക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന തരത്തിലുള്ള അന്തസ്സേ കാണിക്കാവൂ, നമ്മളെ കൊണ്ട് കേൾപ്പുള്ളതേ നമ്മൾ മേടിക്കാവൂ, അങ്ങനെയുള്ള ചെറുക്കന്റെ കൂടെ പെണ്ണിനെ വിടാവൂ എന്നൊക്കെ ഉള്ള ധാരണകൾ ഉണ്ടായാല് ഒരുപാട് കുടുംബകലഹം. നമുക്കറിയാം, കിട്ടിയ സ്വർണം പോരാ എന്ന് പറഞ്ഞ് എന്തൊക്കെ അതിക്രമങ്ങൾ പെൺകുട്ടികളെ വകവരുത്തുന്നു. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുന്നു. മൂർഖൻ പാമ്പിനെ കൊണ്ട് ഭാര്യയെ കടിപ്പിച്ചു കൊന്ന ഒരു വരനെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ. അതുപോലെയുള്ളതൊക്കെ ചെയ്തു കൂട്ടുന്ന ഈ ലോകത്തെ നാം തന്നെയാണ് വഷളാക്കിയത്. സ്വർണത്തോടുള്ള അതിര് കടന്ന സ്നേഹം അത് ഒരു കാരണവശാലും ഒരിക്കലും, അതായത് പെണ്ണിനേക്കാൾ വലുതല്ല പൊന്ന്. പെണ്ണിനെയാണ് കെട്ടാൻ വന്നിരിക്കുന്നത് എങ്കിൽ അത്തരം പുരുഷന്മാർ പെണ്ണിന്റെ ഗുണഗണങ്ങളാണ് അറിയേണ്ടത്, എത്ര പൊന്ന് കിട്ടുമെന്നല്ല അറിയേണ്ടത്. എത്ര പൊന്ന് കിട്ടുമെന്ന് ചോദിച്ച് പെണ്ണന്വേഷിച്ച് വരുന്നവനെ കുറ്റിച്ചൂലെടുത്ത് അടിച്ച് ഇറക്കണം വീട്ടിൽ നിന്ന്. അതാണ് വേണ്ടത്. അതല്ലാതെ വിവാഹം ചെയ്ത് സ്വന്തം മകളെ വിവാഹം ചെയ്ത് കൊലയ്ക്ക് കൊടുക്കുകയല്ല വേണ്ടത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ചാനലെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അതായത് ശ്രോതാക്കളെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, സ്വർണത്തിന്റെ വില കേരളത്തിൽ മാത്രം കൂടിയിരിക്കുന്നു. ഇപ്പോ ഓൾ ഇന്ത്യ തലത്തിൽ കുറഞ്ഞിരിക്കുന്നു, ആഗോള തലത്തിൽ കുറഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ രാത്രിയില് കേരളത്തിൽ കൂടിയിരിക്കുന്നു. അതിന്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ എന്താണ് പറയുക, സ്നോബിഷ്നസ് അത് കുറച്ചു കൊണ്ടുവരണം. നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല മലയാളികൾ ഇങ്ങനെ സ്വർണത്തിന്റെ പുറകെ പോകുന്നതും സ്വർണത്തിൽ പൊതിഞ്ഞ് പെണ്ണുങ്ങളെ ഇറക്കി വിടുന്നതും ഒന്നും നമ്മുടെ ഒരു സംസ്കാര സമ്പന്നമായ സമൂഹത്തിനും ചേർന്നതല്ല അത്. അപ്പം നമ്മള് ഇപ്പൊ സ്വർണം കേരളത്തിൽ മാത്രം വില കൂടിയിരിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഈ വില ആങ്കർ എന്നോട് ചോദിച്ചതുപോലെ 1,31,000 ജാനുവരിയിലെ വിലയായിരുന്നു 1,31,000. ആ വില കഴിഞ്ഞു പോകുമോ? തീർച്ചയായിട്ടും അത് കഴിഞ്ഞു പോകാൻ ഒട്ടും സാധ്യതയില്ല. പക്ഷെ അത് കഴിഞ്ഞു പോകില്ല, 1,50,000 എത്തില്ല എന്ന് നമുക്ക് പറയാനും വയ്യ. കാരണം എന്താണ്? യുക്രൈനും റഷ്യയും തമ്മിൽ, യുക്രൈൻ റഷ്യയിൽ ആക്രമണം നടത്തിയിരിക്കുന്നു, പകരം റഷ്യ തിരിച്ച്. അതുപോലെ തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോഴും സമാധാന കരാറിൽ എത്തിയിട്ടില്ല. രണ്ടു കൂട്ടരും പരസ്പരം ആക്രമണവും പ്രത്യാക്രമണവുമായി മുന്നോട്ടാണ്. അങ്ങനെ വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഓഹരി കമ്പോളങ്ങൾ താഴെ വീഴും, മറ്റ് കറൻസീസ് ഒക്കെ താഴെ വീഴും. അപ്പോൾ വീണ്ടും സ്വർണത്തിന്റെ വില മുകളിലേക്ക് തന്നെ. ഇപ്പോ കേരളത്തിൽ മാത്രമാണ് ചിങ്ങമാസം വന്നതുകൊണ്ട് സ്വർണത്തിന്റെ വില കൂടിയിരിക്കുന്നത്. അത്തരം ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആഗോള തലത്തിൽ വീണ്ടും സ്വർണത്തിന്റെ വില വെച്ചടി വെച്ച് മുന്നോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ അത് 1,31,000 കടന്ന് ഒരു പക്ഷേ 1,50,000 ആയെന്ന് വരാം. അതല്ല, സമാധാന അന്തരീക്ഷം വന്നാലും സ്വർണത്തിന്റെ വിലയിൽ വർധനവ് ഉണ്ടാകാം. കാരണം ഗോൾഡ് ETF, അതായത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നൊരു പ്രതിഭാസം, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയറുകളെ പോലെ സ്വർണം മെറ്റലായിട്ട് വാങ്ങാതെ ഡിമാറ്റ് അക്കൗണ്ട് ആയിട്ട് കച്ചവടം ചെയ്ത് ലാഭം കൊയ്യുന്ന ധാരാളം ബിസിനസ്സുകാരുണ്ട് ഇപ്പോൾ ഷെയർ മാർക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അവര് തന്നെ ഇതൊരു നല്ല ലാഭ സാധ്യതയുള്ള ഉൽപ്പന്നമായി കണ്ട് അങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് വഴിയുള്ള സെയിൽസ് വർദ്ധിച്ചാല്, വാങ്ങൽ വിൽക്കൽ വർദ്ധിച്ചാല് സ്വർണത്തിന്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്വർണത്തിന്റെ വില ഒരു കാരണവശാലും വലിയ താഴേക്ക് പോകില്ല. 80,000 വരെയൊക്കെ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനുള്ള സാധ്യത പോലും ഇപ്പോൾ കാണുന്നില്ല.
എന്തായാലും കേരളത്തിലെ ഈ ഓണക്കാലം ചിങ്ങമാസക്കാലം കഴിയുന്നത് വരെ സ്വർണത്തിന്റെ വില ഇതുപോലെ കുറേശ്ശെ കയറിക്കൊണ്ടിരിക്കും. ആഗോളതലത്തിലെ വലിയ പ്രതിസന്ധികളൊന്നും രൂപപ്പെട്ടില്ലെങ്കിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.